എല്ലാവർക്കും ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? വാസോപ്രസിൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? യൂസ്റ്റേഷ്യൻ നാളി. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? എയ്ഡ്സ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ് എയ്ഡ്സ്. ഏത് ഗ്രന്ഥിയാണ് ശരീരവളർച്ചയെ നിയന്ത്രിക്കുന്നത്? പീറ്റ്യൂട്ടറി ഗ്രന്ഥി. പീറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീരവളർച്ചയെ നിയന്ത്രിക്കുന്നത്. ശരീരവളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏത്? ഓപ്ഷൻ ബി പ്രോട്ടീൻ. ശരീരവളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഫംഗസ്. ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഫംഗസ്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ? നീലവൃത്തം. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോയാണ് നീലവൃത്തം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏത്? എംഫിസിമ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗമാണ് എംഫിസിമ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏത്? എലിപ്പനി. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ക്ഷയം. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ക്ഷയം. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം? സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മെനഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറ്. മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറ്. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? O ഗ്രൂപ്പ്. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? കാല്. ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗമാണ് കാല്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരാണ് പ്ലാസ്മ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൾ? വൈറ്റമിൻ ഇ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൾ? വൈറ്റമിൻ ഇ. മീനാമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. മീനാമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ടൈഫോയിഡ്. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏത്? കോംഗ്ലിയ. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗമാണ് കോംഗ്ലിയ. സങ്കര ഇനം തക്കാളി ഏത്? മുക്തി. സങ്കര ഇനം തക്കാളിയാണ് മുക്തി.
വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? വൈറ്റമിൻ കെ. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു? ആൽഫ വൈറസ്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് ആൽഫ വൈറസ്.